നമസ്കാരം. നടൻ മോഹൻലാലിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ചുമുള്ള വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുന്ന ഒരുപാട് ആരാധകരുണ്ട്. പൊതുവെ അഭിമുഖങ്ങളിൽ കുടുംബത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തുറന്നു പറയാത്ത ആളാണ് മോഹൻലാൽ. മകൻ പ്രണവ് മോഹൻലാൽ സിനിമയിലേക്ക് എത്തിയെങ്കിലും ഒരിക്കൽ പോലും അഭിമുഖങ്ങളിൽ പങ്കെടുക്കാനോ പ്രൊമോഷനോ എത്താറില്ലായിരുന്നു. അതുപോലെ ഭാര്യ സുചിത്ര മോഹൻലാലും ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് അപൂർവമാണ്. ഇവരുടെ കുടുംബത്തിൽ ഒട്ടും പ്രേക്ഷക ശ്രദ്ധ നേടാത്തത് മകൾ മായ എന്ന് വിളിക്കുന്ന വിസ്മയാണ്. തായ്ലാന്റിലും മറ്റുമൊക്കെയായി കായികാഭ്യാസവും എഴുത്തും മറ്റുമൊക്കെയായി തന്റെ ലൈഫ് ആസ്വദിക്കുകയാണ് മായ. ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം എമ്പുരാൻ സിനിമയെക്കുറിച്ചും മകൾ വിസ്മയെക്കുറിച്ചും സുചിത്ര മോഹൻലാൽ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ശരിക്കും രോമാഞ്ചം വരുന്നു എന്നാണ് എമ്പുരാൻ ടീസർ പുറത്തിറങ്ങിയപ്പോൾ ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. റിപ്പബ്ലിക് ദിനമായ ജനുവരി 26 ഞായറാഴ്ച വൈകിട്ട് 7:07 ടീസർ പുറത്തിറക്കിയത്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിൽ ടീസർ റിലീസ് ചെയ്തു. മുരളി ഗോപിയുടെ രചനയിൽ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ മാർച്ച് 27 തിയേറ്ററുകളിലേക്ക് എത്തുക. ടീസർ പുറത്തിറങ്ങിയപ്പോൾ അവരവരുടെ കുടുംബത്തെയും താരങ്ങൾ സ്റ്റേജിലേക്ക് എത്തിച്ചിരുന്നു. അതിൽ സുചിത്ര മോഹൻലാൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറയെ. എനിക്ക് അങ്ങനെ വിശദമായി സംസാരിക്കാനൊന്നും ആകില്ല. ഞാൻ അത്രയും പ്രിപ്പയർഡ് അല്ല. എനിക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് സംസാരിക്കാം. എമ്പുരാനെയും അതിന്റെ പ്രത്യേകതകളെയും കുറിച്ച് സംസാരിക്കും മുൻപേ വേറൊരു കാര്യം പറയാം. മിക്കവർക്കും അറിയാം ഞാൻ ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് വരുന്നത് കുറവാണെന്ന്. വന്നിട്ടുണ്ട്, ഞാൻ സംസാരിച്ചിട്ടുമുണ്ട്. വരും മുൻപേ ഞാൻ ആന്റണിയോട് പറയും ഞാൻ വരാം, പക്ഷെ സ്റ്റേജിൽ കയറില്ല, സംസാരിക്കില്ല എന്നൊക്കെ പറയും. ആന്റണി ശരി ചേച്ചി എന്ന് പറഞ്ഞാണ് ഞാൻ വരുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ ചേച്ചി ഒരു 4 വാക്ക് മിണ്ടു പ്ലീസ് എന്നാകും ആന്റണി. എങ്കിലും ഞാൻ സന്തോഷത്തോടെ ഒഴിവാക്കുകയാണ് പതിവ്. എന്നാൽ ഞാൻ ഇന്ന് യെസ് പറഞ്ഞു. കാരണം ഇത്തരത്തിൽ 2-3 വട്ടം ആയ സ്ഥിതിക്ക് ഞാൻ ഒന്ന് പ്രിപ്പയർ ആകണമല്ലോ. ഇന്ന് ജനുവരി 26 എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പ്രാധാന്യമുള്ള ദിവസമാണ്. ഇത് പറയുമ്പോൾ എന്റെ ഹൃദയത്തിന്റെ ഇടിപ്പ് കൂടുന്നു. ഞാൻ എക്സൈറ്റഡ് ആകുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്റെ അച്ഛൻ ഒരു ഫിലിം പ്രൊഡ്യൂസർ ആയിരുന്നു എന്ന്. ഡാഡി എല്ലാ ജനുവരി 26 ഒരു സിനിമ റിലീസ് ചെയ്യുമായിരുന്നു. സിനിമ റിലീസിംഗ് മാത്രമല്ല, എന്റെ പേരന്റ്സിന്റെ വെഡിങ് ആനിവേഴ്സറി കൂടിയാണ് ആ ദിവസം. ഞങ്ങൾക്ക് എല്ലാവർക്കും ആഘോഷത്തിന്റെ ദിവസമാണ് ജനുവരി 26. അങ്ങനെ എന്റെ കല്യാണം കഴിഞ്ഞു. ആശീർവാദ് സിനിമാസ് വന്നു. അതിൽ ഏറ്റവും ആദ്യം റിലീസായ സിനിമ നരസിംഹമായിരുന്നു. ചിത്രം റിലീസ് ചെയ്തിട്ട് ഇന്ന് ജനുവരി 26 25 വർഷം തികയുന്നു. അതെനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന നിമിഷമാണ്. ആശീർവാദ് സിനിമാസ് ഒരു പവർ ഹൗസ് ആയി ഇന്ന് ഇൻഡസ്ട്രിയിൽ മാറിയിട്ടുണ്ട്. അതിന് കാരണം ആന്റണി പെരുമ്പാവൂരും അതിലെ ഓരോ അംഗങ്ങളുടെയും കഠിനാധ്വാനത്തിന്റെയും പരിശ്രമത്തിന്റെയും ഫലമാണ്. ഇതെന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ അതീവ സന്തുഷ്ടയാണ്. ഇനി എമ്പുരാനെ കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയാം പൃഥ്വിയുടെ കഴിവും മുരളിയുടെ ബ്രില്യൻസും ചേർന്നതാണ് ലൂസിഫർ എന്ന്. എനിക്കറിയാം അവർ വീണ്ടും ഇതുമായി വരുമ്പോൾ എനിക്ക് രോമാഞ്ചം തോന്നുന്നു. കാരണം ഇവർ രണ്ടുപേരും ആ ലോകത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാനും ക്ഷമയോടെ കാത്തിരിക്കുന്നു. ഈ സിനിമയുടെ റിലീസ് ദിവസം തന്നെയാണ് എന്റെ മകളുടെ ജന്മദിനവും. വിസ്മയ മോഹൻലാലിന്റെ പിറന്നാളാണെന്ന്. അതിനാൽ ആ ദിവസം എനിക്ക് 2 സന്തോഷമാണ്. ആന്റണിക്ക് ഞാൻ നല്ലൊരു ഭാവി ഇനിയും ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ, സുചിത്ര പറയുന്നു. ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ ആശീർവാദ് സിനിമാസിന്റെയും ലൈക്ക പ്രൊഡക്ഷൻസിന്റെയും ഔദ്യോഗിക യൂട്യൂബ് ചാനലുകളിലൂടെയാണ് ടീസർ സോഷ്യൽ മീഡിയയിലേക്ക് എത്തിയത്. മോഹൻലാൽ, പൃഥ്വിരാജ് തുടങ്ങിയവരും ഇത് പങ്കുവച്ചു. സോഷ്യൽ മീഡിയയിൽ വൻ വരവേൽപ്പാണ് എമ്പുരാന്റെ ടീസറിന് ആരാധകർ നൽകിയത്. ലൈക്ക പ്രൊഡക്ഷൻസ് മലയാളത്തിൽ നിർമ്മാണ പങ്കാളിയാകുന്ന ആദ്യ ചിത്രം കൂടിയാണ്. ലൂസിഫറിന്റെ തുടർച്ചയായെത്തുന്ന L2 എമ്പുരാൻ.